വിളിക്കാത്ത കല്യാണത്തിന് കയറി പോവാൻ ക്യാമറമാനാന്ന് വിചാരിച്ചോളൂ. അതാ ബേക്കില ചോറ് പോവാൻ നേരെ നോക്കണ്ട കൈ കഴിക്കും. ഇതാണ് ചെക്കൻ. എടാ ചെക്കൻ ചെക്കനും പെണ്ണു. ആ ചെക്കനതാ അല്ലേ? ആ യൂട്യൂബ് ഓക്കെ. ആ യൂട്യൂബ്. നിങ്ങൾ അവസാനം കണ്ട പെണ്ണിന്റെ ഉപ്പയാ. പെണ്ണിന്റെ ഉപ്പയോട് ഇങ്ങളാരാ? ആ ആടെന്തേലും തമിഴ്നാട് ആദ്യമായിട്ട് ഒരു പള്ളിയുണ്ട് നേരാമണ്ണം. പാലക്കാട് കഴിഞ്ഞിട്ട് പാലക്കാട് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. പുളിയാമ്പട്ടി മുസ്ലിംസിന്റെ എന്നൊക്കെ നിസ്കരിക്കണ്ടേ? ഇവിടുന്ന് ഫുഡും ഉണ്ടാവും. ഇവിടെ എല്ലാം ഓപ്പണുമാണ്. വെള്ളം കത്തുന്നില്ലേ? എല്ലാത്തിനും പറ്റിയ നല്ലൊരു ഹോട്ടലുണ്ട്. കാണാൻ ബാക്കോട്ടൊക്കെ ഉണ്ടാവും. റോട്ടിലേക്ക് നോക്കി നോക്കാം. പോയാൽ നമ്മൾ പിന്നെയും പോവാൻ ചിലപ്പോ അങ്ങ് പോയാൽ ഒന്നും ഉണ്ടാവില്ല. സത്യമംഗലം ഉണ്ടാവും. സത്യമംഗലം ആടെ പോയാലും ഇതേപോലത്തെ ടൗണാ. ആടെ പോയുണ്ടാകും. മറ്റേ വടയും ബെന്നാരി മുസ്ലിംസ് ബെന്നാരി രാജാനെ രാജധാനി ബൈക്സ് ഉണ്ട്. സത്യ അതാ അർച്ചന ഫാസ്റ്റ് ഫുഡ് ആൻഡ് ബിരിയാണി. റോയൽ ചിപ്സ് അർഫ ചിക്കൻ ഇല്ലട്ടോ. കാണാൻ കൊണ്ടുള്ള പിന്നെ ഹോട്ടലൊക്കെ എത്ര ഉണ്ടാവും? അതിൻ്റെ കഥ എന്താ? 25 എന്താ ചാറ്റ് ഫുഡ്സ് നടക്കുമോ? എന്തോ നടക്കൂല. കഴിച്ചില്ല നാട്ടിന് കിടന്ന ഒരു കുഴപ്പമില്ല. കഴിച്ചില്ല തപ്പി നടക്കലാണ്. അത് പറ്റൂല ഇത് പറ്റൂല. വസ്വാസൊന്നുമല്ല, കുറച്ച് വൃത്തിയെ വേണ്ടിയിട്ടാണ്. ഭക്ഷണം കഴിക്കാൻ എന്തോ ആട്ടെ വൃത്തി കാണുമ്പോ ഒരു മെനമാണല്ലോ. കാണുമ്പോ ഒരു ജനിക്കുമാണ്. എന്നാലേ മനസ്സിന് തന്നെ ഒരു കുറെ പള്ള നിറച്ചിട്ട് കാര്യത്തില്ല. പള്ള നിറക്കാൻ വേറെ പല സാധനങ്ങളും. ഇത് സത്യമംഗലം ടച്ച് ചെയ്യാണ്ട് നമ്മള് പോകുന്ന റൂട്ടാട്ടോ. ബന്നാരിയിലേക്ക് കയറും. ബന്നാരിയിലേക്ക് പോകണ്ട, നമ്മളിവിടുന്ന് തിരിക്കും. നമ്മള് ടൗണ് കാണാൻ പറഞ്ഞ അല്ല, ഇത് കുറച്ചുകൂടി അടുത്താന്ന് തോന്നുന്നത്. സത്യമംഗലം പോയിട്ടാണെങ്കിൽ കുറച്ചും കൂടി നേരെ പോകുന്ന ബന്നാരി പോയിട്ട് അടുത്തൊക്കെ പോവാ. ബന്നാരി സത്യമംഗലം ചാമരാജനഗർ എത്തൂല്ലേ? ചോദിച്ചോ. നമ്മളിന്ന് അവരെ വിളിക്കാത്ത കല്യാണത്തിന് പോയിക്കില്ല. ഇന്ന് നമ്മള് വിളിക്കാത്ത കല്യാണത്തിന് പോകുന്ന ഫുഡ് നോക്കി മടുത്ത് വൃത്തിയുള്ള ഒറ്റ ഹോട്ടൽ കാണുന്നില്ല. ആഷിക്ക് പെണ്ണിന്റെ പേരെന്താ? പെണ്ണിന്റെ പേര് വേറെന്താ ഉണ്ട്? എവിടെ ആകുന്നോ? ഇവിടെ വണ്ടി സൈഡ് ആക്ക്. ആഷിഖ് ഗണേഷ് ഷാഹിന ഇവരെ കല്യാണം പോയി ഫുഡ് കിട്ടുമോ നോക്കാം. വിളിക്കാത്ത കല്യാണത്തിന് കയറി പോവാൻ. ചോറ് കൊടുത്തിഞ്ഞോ? ചോറ് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ കയറിയിട്ട് എന്താ സമയത്തായി? സമയം 2:40. ക്യാമറമാനാന്ന് വിചാരിച്ചോളൂ.
അതാ ബേക്കില്ല ചോറ്. ബേക്കിലേക്ക് പോവാൻ നേരം ഇത് ആളവിടെയാണ് കേട്ടോ. ആളിൽ കൂടി പോണോ? എന്തിന്? ഇഷ്ടപ്പാട് ഭക്ഷണം ഇതാ ചക്ക. ഇതല്ലേ ഒക്കെ അല്ല ഇതാണ് എന്തായാലും ഐസ്ക്രീം വന്നിട്ട് പോവാം. എന്തായാലും അല്ല ചോറ് നിന്നിട്ട് അവരോട് പറയാം. ഞങ്ങള് കഴിച്ചെങ്കിൽ ചോറ് നിൽക്ക് കൊണയുള്ള ഒറ്റ ഹോട്ടൽ കാണുന്നില്ല, അതുകൊണ്ട് കയറിയതാണ്. അറിയുന്ന ആരെയോ പോലെ ഉണ്ട്. അതൊന്നും നോക്കണ്ട, കൈയും കഴിക്കും വലിയ ഫസ്റ്റ്. എല്ലാവരും നമ്മൾ വീട്ടിലാക്കൂലോ. എന്തെന്നാ ബിരിയാണി തന്നെയാ? ബിരിയാണി തന്നെയാ? വലത് കാലം വെച്ച് കയറാം. എന്തായാലും ഇതാണ് ചെക്കൻ. എടാ ചെക്കൻ ചെക്കനും പെണ്ണു. ആ ചെക്കനതാ അല്ലേ? ആ അതല്ല അതല്ല ചെക്കൻ, ഇതാ ചെക്കൻ. എന്നാ ചെക്കനോട് പറയണോ? ചെക്കനെ വീട്ടിലേക്ക് അതെയോ ഈ ചോറ് പോവാ എന്നിട്ട് കാണാം. നല്ല ബിരിയാണി എടിയിലിരിക്കി. നാട്ടിലത്തെ ഐറ്റംസ് ഒന്നും കേട്ടോ, അതെല്ലാം ഒരു വലിച്ചോളൂ. ആ സാപ്പ് സാപ്പ്. ഇതെന്നാ? ഇത് സ്വീറ്റ്സാ. ബിസ്മില്ലാ. സൂപ്പറായിരിക്കും ബിരിയാണി, സൂപ്പറായിരിക്കും. നല്ല ടേസ്റ്റ്. എല്ലാം വെച്ചോ? ധർമ്മപുരി അതാ എല്ലാവരും കൂടെ ഇത് ചിക്കനാ? മധുരക്കാ? ഇതെന്നെ ബിരിയാണി ചിക്കനാ മട്ടൻ? മട്ടൻ പീസ് കുറവാണ്. വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ അങ്ങനെ തരാ നമ്മൾ രണ്ടെണ്ണം ഇട്ടത്. ഇത് ഗ്രീൻ ചിക്കൻ. സൂപ്പറാണ് അല്ല. ഇത് വഴുതനങ്ങ കറിയാണിത്. വഴുതനങ്ങ, തൈര്, ചിക്കൻ, 2 കറി ചിക്കന്, മട്ടൻ ബിരിയാണി.
ஸ்பைஸ் ரோடு ஸ்பைஸ் ரோட் ஸ்பைஸ் ரோட். ஃபோன் இருக்கா? பட் நெட் இல்லை. வர நெட் இல்லையா? நெட் இருக்கா? சொந்த யூடியூப் சேனல். இது என்ன பேர் என்ன இதுக்கு? அது என்னன்னா அந்த பூசணிக்காய் அல்வா. പൂസണി ഹൽവ. ആ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളെ മത്തൻ്റെ ഹൽവയാണിത്. ആ ഹൽവ ആയിട്ടില്ല, മത്തൻ മരിക്കുന്നത്. മത്തൻ മരിക്കുന്നതല്ല, ഹൽവയല്ല. எல்லாரும் இங்கே நிற்காங்க. எல்லாரும் இங்கே நிற்குங்க. കത്ത് കത്ത് நம்ம பேசுவோம். ഇവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ ചാനൽ. ചെക്കനോട് പറയണ്ടേ? തിന്നിട്ട് നമ്മൾ എന്തായാലും ഒന്ന് കാണിക്കണ്ടേ? മത്തൻ്റെ ഹലുവാൻ്റെ ഇടത്തുള്ളതാണ്. ഭയങ്കര മധുരമാണ് കേട്ടോ. ഇത് നല്ല ഗുണമുണ്ട്. ഇത് ചിക്കൻ അല്ല, പൊതിയിലില്ല. പൊതിയിലൊക്കെ ഇട്ടൊരു വെക്കുന്നത് നല്ല ടേസ്റ്റ്. കോളി നമ്മൾ തന്നെ നോക്കുന്നു. ഞാൻ തോന്നിയിട്ടില്ല. ആ മധുരക്കാണല്ലോ. മധുരത്തിന് ഒരു കുറവില്ല. ഇവിടെ ഹലുവ, പായസം, പുറത്ത് ഐസ്ക്രീം. ഓക്കെ. ആ നല്ല അടിപൊളി ഫുഡ് കേട്ടോ. ആരാ ചക്ക? എന്നാ പറഞ്ഞോ. പറഞ്ഞിട്ടില്ല, മോശമല്ല. നല്ല ഹോട്ടലൊന്നുമില്ല. അപ്പോൾ കയറി ആ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഫുള്ളായിട്ട് ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കെ. ആ യൂട്യൂബ് ഇന്നൊരു വട്ടി കൂടെ. ഓക്കെ. ആ ഇതാ ഊരാ?
ഇതേ ഊരാ? വീഡിയോയിലല്ലേ? അപ്പോൾ ശരി ആ. അങ്ങനെ അതാണ് തീർന്നു. നമ്മൾ കണ്ടിട്ട് വന്നതായാലും എന്തായി നല്ല അല്ലെങ്കിൽ ഒരു ഹിസാബാടെ കിടക്കും. കണ്ട് ബന്ധപ്പിടിപ്പിച്ചിട്ട് നമ്മുടെ സ്വന്തമായി ഭക്ഷണം കഴിച്ച് സൂപ്പർ ഫുഡ് നിങ്ങൾ ചെക്കിൻ്റെ നിങ്ങൾ നമ്മളിവിടെ പറയാണ്ട് വന്നു കേട്ടോ. ഓക്കെ നല്ല ഐസ്ക്രീം യൂട്യൂബ് ഓക്കെ കേരള ആഷിഖ് ആഷിഖ് ആ നിങ്ങളെ അവരെ ബ്രദർ കസിൻ ബ്രദറാ? ശരി എന്നാ ഇല്ല പോവാ, എല്ലാം മുന്നിൽ കൂടെ പോവാ, അതിലെ തന്നെ പോവാ. ഇവിടെ എന്താ ഊരാ? ആ ഹാ ഹാ ശരി. നമ്മളെ നാട്ടിലത്തെ പോലെ ലോക്കൽ കല്യാണം എന്നല്ല, ബിരിയാണി, മട്ടൻ ബിരിയാണി, 2 തരം ചിക്കൻ, പായസം, ഐസ്ക്രീം, പൊളി. കോയമ്പത്തൂരാണ് ചെക്കനും പെണ്ണൊക്കെ. ഇവിടെ വരെ ഊരി ഞായറാഴ്ച ദിവസം കോയമ്പത്തൂരിൽ നിന്ന് വന്ന് ഇവിടെ കല്യാണം നടത്തി. നിങ്ങൾ അവസാനം കണ്ട പെണ്ണിന്റെ ഉപ്പയാ? പെണ്ണിന്റെ പേരോട് ഇങ്ങളാരാ? എലി കയറിയപ്പോൾ ഡാഷ്ബോർഡ് തുറന്നയാ. ഡാഷ്ബോർഡ് തുറന്നുമ്പോൾ അതിൽ ഇതാ ഒരു പേഴ്സ്, നമ്മളെ പഴയ വണ്ടി ഓണറിൻ്റെ പേഴ്സ്. അതിലുള്ളത് ഒരു 2000-ൻ്റെ നോട്ട്, പിന്നെ 500, പിന്നെ കുറേ 100-കൾ. നോക്ക് എന്തൊക്കെയുള്ള നോക്ക്. അല്ല ഐ ഡി കാർഡ് ഒരു ID കാർഡ്. ഇത് അഷ്റഫ് CP, മുഹമ്മദ് അഷ്റഫ്. അച്ഛൻ്റെ പേര് ഹംസ CP, ചക്കിപ്പറമ്പൻ, മൂടിക്കോട്, കടമ്പോട് PO, 676-521. ഇതേതാ? മലപ്പുറത്ത് വണ്ടി, കേരളത്തന്നല്ല. വിസ കാർഡ്, ആധാർ കാർഡ്, അവൻ്റെ എല്ലാ കാർഡും ഉണ്ട്, പാൻ കാർഡ്, അത് ഇലക്ഷൻ ID, വിസ കാർഡ്, ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ 2 കാർഡാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഒരു മാസ്റ്റർ കാർഡ്, ഒരു വിസ കാർഡ്, ആധാർ കാർഡ്, യൂണിക് ഡിസൈൻ, ഇന്റർനാഷണൽ ഗ്യാരണ്ടി. ഇതാ ഉമ്മാൻ്റെ ഫോട്ടോ പൊടച്ചോണ്. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് എന്തിനാണ് തിരിയാത്തത്? ഒരു പേഴ്സ് കൊടുക്കുമ്പോൾ ഇതൊന്നും നോക്കിയില്ല. ഓനിത് കാണാനായിട്ട് തപ്പി നടന്നിട്ട് വരാൻ തരുന്നു. ഒരപ്പുറം പോയിട്ട് പൊങ്ങ, എവിടെ പോയിട്ട് പൊങ്ങാൻ നോക്കാം. അല്ല ഇപ്പുറത്താ പൊങ്ങ.
വണ്ടിക്കാർ കുളിക്കുന്നതാണ് കേട്ടോ. ലോറി ഡ്രൈവർമാരൊക്കെ കുളിക്കുന്ന കാഴ്ചയാണിത്. അത് നല്ല ഒഴുക്കുള്ള വെള്ളമല്ലേ? ഇതായിരുന്നു ഇങ്ങനെ ഒഴുക്ക് വെള്ളം വരുന്നത്. മറ്റേ സാഗർ ആ, ഡാമായിരിക്കും മിക്കവാറും. ഡാമാണോ? അല്ലാണ്ട് ഈ ടൈമിൽ ഇത്ര ഒഴുക്ക് വരാനുള്ള അല്ലാണ്ട് ഈ ടൈമിൽ ഇത്ര ഒഴുക്ക് വരാനുള്ള ഇത് ഇല്ല. ലോഡ് വന്നതാ? എങ്ക വരുന്നത്? മൈസൂർ പോറ. മൈസൂർ പോറ. ഇതെന്താ ലോഡ്? ലോഡ് പൗഡർ. എന്ത് കാപ്പി പൗഡർ? കാപ്പി പൗഡർ. കാപ്പി പൗഡർ? കോഫി 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 പൗഡറോ? പൗഡർ ഇതൊക്കെ ഡാമാണോ അവിടെ? ഡാമുണ്ട്. ഇത് ഏതാ പുഴ? ആര് ആര്? ഇത് ഭവാനി സാഗറാണ്. ഭവാനി സാഗർ. ഭവാനി സാഗർ ഡാം. ഡാമെന്ന് ഡ്രൈവർമാരെല്ലാം ഇവിടുന്ന് കുളിച്ചിട്ട് പോകും. ആ അല്ല, ഡ്രൈവേഴ്സ് ഇങ്ങനെ வந்து பாட்டி குளிச்சிட்டு வாய்க்கால்ல எல்லாம் ஜாலியா என்ஜாய் பண்ணிட்டு அப்புறம் தான் போவாங்க. ശരിയാണ്. കഴുകാനുള്ള വണ്ടികളൊക്കെ കഴുകും, കുളിക്കാനുള്ളവർ കുളിക്കും. വണ്ടി ഡോർ അടച്ചില്ല. ചേട്ടാ ആ പറയണ ഇതെന്നെ യൂട്യൂബ് ചാനലാ? ആ ചാനൽ നെയിം ഫോൺ കൊണ്ട്. അപ്പോൾ ചേട്ടനെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തീർക്കാം. നീ കേരളാണോ? ആ കേരള. റിട്ടേൺ അങ്കന്ന് ലോഡ് കിടക്കുമാ എടാ? റിട്ടേൺ ലോഡ് എടുക്കണം. എന്നാ ലോഡ്? റിട്ടേൺ ലോഡ് ഏതാ? ഇഞ്ചി ലോഡ് എന്നാ? ഇഞ്ചി? ആ ഇഞ്ചി. ആ ജിഞ്ചർ. കേരള? ആ കേരള പോകും, ഇങ്ങ തമിഴ്നാട് പോകും. തെൻകാശി. തെങ്കാശി. ആ ഇതാണോ? ഇതിൽ വരും. താങ്ക് യു. ഓക്കെ. ഓ നമ്മളെ വണ്ടി ഡോറടച്ചില്ല. ഡോറടക്കാം. കീല്ലേ? ചാടിക്കോ ചാടിക്കോ. റെഡി? ആ എന്തേലും അവിടെയൊക്കെ മീന് പൊരിച്ച് വിൽക്കുന്നുണ്ട്. വണ്ടി ആണ് മീന് പൊരിച്ച് വിൽക്കലാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ ബിസിനസ്. അതാ അവിടെയൊക്കെ ഉണ്ട്. ഡാം സൈഡായതുകൊണ്ട് ഇവിടുത്തെ മീനാന്ന് പറഞ്ഞിട്ട് വെക്കുന്നതാണ്. എവിടെ തന്നെയാണോ അറിയില്ല, ചിലപ്പോൾ വേറെ വരുന്നുണ്ടാവും. ചിലപ്പോൾ ആ കടയിലൊക്കെ മീന് പൊരിക്കാൻ വെച്ചത്. ഇതാണ് കാണുന്നതാണ് ഡാം. ഇയർ ഓഫ് കൺസ്ട്രക്ഷൻ 48. ആ ഇതാ ഡാം കേട്ടോ. ഇയർ ഓഫ് കൺസ്ട്രക്ഷൻ 1948-55. 48-55 കാലഘട്ടത്തിൽ പണിത ഡാമാണിത്. അതായത് സ്വാതന്ത്ര്യം കിട്ടി ഒരു വർഷം കൊണ്ട് ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇവർ കൃഷി മെയിനായിട്ട് ചെയ്യുന്നത്.
ഇറങ്ങണോ? ഇത് എത്തിക്കണം. അപ്പോൾ ഇതാണ് ഭവാനി സാഗർ ഡാം. ഇത് വേറൊരു സൈഡിലാണ്. ഇതാണ് ഷട്ടറാണ്. ഷട്ടർ ചെറിയൊരു ഭാഗത്ത്. ഞാനും വിചാരിക്കുന്നത് ഇത് എവിടെ നിന്നാണ് ഇത്ര വെള്ളം വരുന്നത്. ഇതായ ആ പുഴയല്ലേ? ഞാനും വിചാരിക്കുന്നത് എവിടെ നിന്നാണ് വെള്ളം വരുന്നത്. നോക്കുമ്പോൾ എവിടെ നിന്ന് വരുന്നത്. ഇത് ഈ സൈഡാണ്. മറ്റേ സൈഡ് വേറൊരു സൈഡ് ഓപ്പണിംഗ് ഉണ്ട് അല്ലേ? ഇയർ ഓഫ് കൺസ്ട്രക്ഷൻ 1948-55. ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ആളുകൾ മൊത്തം കൃഷി ചെയ്യുന്നത്. അങ്ങോട്ട് പോയി നിൽക്കാനുള്ള അടിപൊളിയാണ്. ஹலோ வந்துடும் என்ன ஒரு 6 மணி நேரம் ஆகும். ஆமாம் நைட்டு നമ്മള് സത്യമംഗലം ഫോറസ്റ്റിലെത്തിയില്ല. സത്യമംഗലല്ലേ? സത്യമംഗലെത്തിയില്ല. ഈ ഫോറസ്റ്റിലൊക്കെ എങ്ങനെ പിന്നെ വളരാനാ മൃഗങ്ങളൊക്കെ? മുള്ള് ഡ്രൈ ലാൻഡാണ്. അത് മാത്രല്ല മുള്ള നിറച്ചു. മുള്ള് നിറച്ചിട്ട് മൃഗായാലും എന്തായാലും മുള്ള് നിറക്കില്ല. ഇതാണ് ബെല്ലാരി എന്നുള്ള സ്ഥലം. ബെല്ലാരി എന്ന് കേട്ടിട്ടില്ല? ബെല്ലാരി അല്ല, ഇത് ബന്നാരി. അവിടെ ഫുള്ള് പന്നിക്കൂട്ടങ്ങളാണ്. പന്നികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. ഇവിടെ എന്തോ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉള്ള ഒരു സ്ഥലമാണ്. അമ്പലമായിരിക്കും അല്ലേ? ഇവിടുത്തെ ബന്നാരി അമ്മൻ അമ്പലം. പ്രത്യേകത അമ്പലം ബന്നാരി അമ്മനായിരിക്കും. ഇതാണ് ഇവിടുത്തെ. ഇവിടുന്ന് പഴനിയിലേക്കെല്ലാം പോകുന്ന പോലെ വെളുത്തുള്ളി ചാക്കി വെച്ചോളി. ഇത് കേരള വണ്ടി ആയിരിക്കും, കർണാടക വണ്ടി. തലവാടി 47 സത്യമംഗലം. അമ്പലം വലിയ എന്തെല്ലോ നടക്കുന്നുണ്ട്. അമ്പലാണ് ഈ ബെന്നാരിന്റെ പ്രത്യേകത. അമ്പലാണ്. മൈസൂർ വെച്ചോക്കോ. മൈസൂരോ? അതെ. തലവാടി. അപ്പൊ അതെവിടുന്ന് വരുന്നത്? അത് സത്യമംഗലം 13 കിലോമീറ്റർ. ഇനിയാണ് സത്യമംഗലം പോയിട്ട് ഇവിടെ എത്തണേ. ഇവിടെ എത്തണ്ട, അതിലെങ്കിലും പോയിട്ട്. ഇവിടെ എന്താ ചെക്ക് പോസ്റ്റ് ഉണ്ടോ? ചെക്ക് പോസ്റ്റ് ആണോ? നമ്മളെ അടുത്തും ക്യാമറ ഉണ്ട്. നിർത്താൻ പറയാം. അത് ഫോറസ്റ്റ് തന്നെയാണോ? നമ്മൾ ഇതിലെ വരുന്നാണ് ഇവിടെ ഇതാകണം അല്ലേ? ടച്ച് ചെയ്യണം അല്ലേ? ഈ ഒരു ഫോറസ്റ്റ് സ്റ്റേഷൻ ഉണ്ടോ? ഇവിടുന്നാണ് റൂട്ട് തിരിച്ചു വിടുന്നത്. ഇത് വേണോ മാറ്റണോ? പിടിച്ചായി. ഇവിടെ എന്തോ പൈസ കൊടുക്കണം. വീഡിയോ വേണോ? വൈൽഡ് ആനിമൽസ് ക്രോസിംഗ്. ഇതാണ് ഫോറസ്റ്റ് തുടങ്ങി. സത്യമംഗലം വീരപ്പന്റെ കാടാട്ടോ ഇത്. കടുവയല്ലേ? വീരപ്പൻ ഉള്ളപ്പോ ഒരു കടുവ വരെ ഇല്ലല്ലോ ഇവിടെ. വീരപ്പൻ പോയാൽ എത്ര കടുവകളാ? കടുവ, ആന ശല്യമോ വീരപ്പന് പോയതിനു ശേഷമല്ലോ കൂടിയ. എന്തിനാ ഇപ്പൊ കഷ്ടപ്പെട്ട വീരപ്പനെ പറഞ്ഞു? വെറുതെ പാവത്തിനെ. സത്യമംഗലെല്ലാം വിറപ്പിച്ച് തന്നെയല്ലേ അവന്? AC ഇട്ടാലിയാ തണുത്ത് പോവാണ്. മുക്കിന് ഈ ഹമ്പു. മറ്റേ റോഡ് മൊത്തം ടോളു, ഈ റോഡ് മൊത്തം ഹമ്പു. സമാധാനം. ഒരു റോഡ് പോയാലില്ല. കരിമ്പാണ്.
അവത്തൊക്കെ ഉരുണ്ട് കളിക്കുന്ന പാർക്കാട്ടം പോയ പോലെയുള്ള രണ്ട് സൈഡിലുള്ള കാടൊക്കെ ചെത്തി മൃഗങ്ങളൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് കാണാം. ആനയൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ഫോറസ്റ്റ് ഇങ്ങനെ ഇരിക്കണം, ഭംഗി വേണം, ആസ്വദിക്കണം. ഇത് നമ്മളവിടെ ഉണ്ട് ഒരു ഫോറസ്റ്റ്, റോഡിന്മേലുണ്ടായി തന്നെ കാണുന്നില്ല, റോഡിന്റെ കാണൂല, അങ്ങനെ സൈഡ്. ആ മല നമ്മൾ കയറണം എന്ന് പറയുന്നേ. അത്ര വലിയ മല കയറണ്ട, അതിന്റെ പകുതി കേറിയാ മതി, കേറി ഇറങ്ങണ്ട. ചെറിയുള്ളിയാ പോകുന്നത്, മൈസൂരിൽ നിന്ന് ചെറിയുള്ളി ഇങ്ങോട്ടേക്ക് പോകുന്നത്. കൊറേ എന്തെല്ലോ അങ്ങോട്ടേക്ക് പോകുമ്പോ കൊറേ എന്തെല്ലോ ഇങ്ങോട്ടേക്ക് എന്തെല്ലോ കഥയായില്ലേ, എന്നാലോചിച്ച് നോക്കി. അങ്ങോട്ട് പോകുന്ന ഐറ്റം തന്നെ ആയിരുന്നു ഇങ്ങോട്ട് നമ്മൾ ഇതിലല്ലല്ലോ അന്ന് പോയെ. അല്ലല്ല, അന്ന് മസിനഗുഡി വഴിയല്ലോ. വഴി ഊട്ടിയിലേക്ക് ഒരു പൂച്ച വരെ ഇല്ല, അതിനകത്ത് അമ്പ്. മൃഗങ്ങളെ സംരക്ഷിക്കാനാണ് ഈ റോട്ടിൽ അമ്പിടുന്നത്. ഇവിടെ പൂച്ച വരെ വേണ്ട ഇവിടെ. ഇവിടെ എല്ലാം എങ്ങനെ മൃഗങ്ങളൊക്കെ ഫുള്ള് കാടൊക്കെ ഉണങ്ങി അമ്പിട്ട് വെച്ചിട്ട് നമ്മളെ മനുഷ്യരടങ്ങാനൊക്കെ മനുഷ്യന്മാരാരെങ്കിലും വേണ്ട ഇവിടെ ഒരാൾ അടങ്ങാറാണെങ്കിൽ വണ്ടി കൊണ്ടുപോകുന്നത് നമ്മള് അടങ്ങാറാക്കി അങ്ങനെ ഉദ്ദേശം. നഗരം 60 കിലോമീറ്റർ പിന്നെയുണ്ട്, നമുക്ക് 100 കിലോമീറ്റർ. നഗരത്തിന് കോഴിക്കുപ്പേ തന്നെ 60 കിലോമീറ്റർ അല്ല, കുട്ടിൽപ്പേട്ടല്ലേ? കുട്ടിൽപ്പേട്ടെന്ന് 60 കിലോമീറ്റർ. നമ്മളേത് വഴിയോ? ബത്തേരി വഴിയോ ഗുഡല്ലൂർ വഴിയോ? ഗുഡല്ലൂരല്ല, ബത്തേരി. ഗുണ്ടൽപേട്ട ടു ബത്തേരി അല്ലേ? നഗരത്തിൽ നിന്ന് നേരെ ഗുണ്ടൽപേട്ടയിലെത്താം. ഗുണ്ടൽപേട്ടയിൽ നിന്ന് നമ്മള് ഗൂഡല്ലൂർ വഴി കറങ്ങിയാൽ വരാൻ നിൽക്കൂല. ഗൂഡല്ലൂർ എത്തി നേരം കൊണ്ട് ബത്തേരി എത്തി നമ്മള് ഗുണ്ടൽപേട്ട. ഇതില് വരുന്ന കൊറേ ചെക്ക് പോസ്റ്റുകളുണ്ട് അല്ലേ? മുത്തങ്ങാണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് കർണാടക വേറുന്നുണ്ട്. തമിഴ്നാടിന്റെയും കർണാടകന്റെയും ഉണ്ട്. 3 സ്ഥലത്താണ് ചെക്ക് പോസ്റ്റ്. മറ്റേത് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കടക്കുന്നത്, ഇത് കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് കടന്നിട്ട് തമിഴ്നാട്ടിലേക്ക് കടക്കുന്നത്. അതിനുള്ള മാറ്റം ഉണ്ടാവും, സ്റ്റേറ്റ് മാറുന്നുണ്ട്. ഇതെല്ലാം കൊണ്ടുവന്ന് കാറും കുറെ പൈസ ആക്കിയിട്ട് വേണം അതെല്ലാം പോലെ കൊണ്ടുവന്ന് ഇവരെല്ലാം ഫാമിലിന്നല്ലേ? കുറെ പൈസയും എന്നിട്ട് ഓലും പിന്നെ ഉണ്ട്, നമ്മളുണ്ട്. എന്തൊരു സമാധാനപരമായിട്ടുള്ള യാത്ര നടത്താം. അതിനുള്ള ഓട്ടമല്ലേ നമ്മൾ കൂടുന്നത്. അതിനുള്ള ഓട്ടം തന്നെ തികയുന്നില്ലല്ലോ. ഓര് മനസ്സിലാക്കുന്നില്ല, ഇത് തികയുന്നില്ല. അതാണ് പ്രശ്നം. അത് ഓലെ കൊണ്ടോണ്ടേ അല്ലെങ്കിലും അങ്ങനെ കൊണ്ടുപോകാൻ ഓലേക്കാൾ ആഗ്രഹമുള്ള ആൾക്കാരെ കാരണം ഈ ഓരോ കാറില് മനസ്സിലാക്കുന്നില്ല. അല്ലാന്ന് ഓരോ കാറില് നല്ല നല്ല കാറില് മുമ്പിൽ ഓരോ പെണ്ണുങ്ങന്മാരും കെട്ടിയോനും പിന്നെ എല്ലാ മക്കളെല്ലാം ആയിട്ട് ഓനിങ്ങനെ പോകുമ്പോ ഞമ്മക്ക് കൂതിയില്ലേ, നമ്മളെ പെണ്ണുങ്ങൾ നമ്മള് കെട്ടിയതും അതിനല്ലേ ഇവലെ ഒന്ന് എവിടെയും കൊണ്ടോണം, എവിടെയെങ്കിലും വരാനല്ല നമുക്ക് ഓടിയിട്ട് കിട്ടുന്നില്ല. അത് കിട്ടുന്നുണ്ട്, പക്ഷെ ഓരോ ആട് തന്നെ തീർത്താളുന്നുണ്ട്. ഒരിപ്പോ നമ്മളിടുന്ന പോലെ കല്യാണത്തിന് ഒരു ചുരിദാർ ഇട്ട പിറ്റേ കല്യാണത്തിന് ഇടുവോ? നമ്മളെ 3 കല്യാണത്തിന് ഇടും. അടുത്ത കല്യാണത്തിന് ഒരു ചുരിദാർ വേണ്ടേ? ഒരു ചെലവ് ചുരുക്കണം ഓല് ചെലവ് ചുരുക്കണ്ട, ഓല് ചെലവ് ചുരുക്കിക്കണ്ട. അറബികളെ പോലെ നമ്മള് വേറെ പിന്നെ പെണ്ണടിക്കടി. ഓല് ചെലവ് ചുരുക്കണത് ഓല് പിന്നെ നമ്മളെ പുരം വരാണ്ടിക്കോ. നമ്മള് ചുരം കേറുന്നതാ നമ്മളെ ഫുള്ള് ഡ്രൈ ആണ്. നമ്മളെ താമരശ്ശേരി ചുരത്തിൽ ഇതൊക്കെ ഇങ്ങനെ
അപ്പൊ കുറച്ച് പൈസ ഉണ്ടാക്കുക, നല്ലൊരു വണ്ടി എടുക്കുക, ഒരു 50,000 രൂപ മുമ്പിൽ വെക്കുക, ഓളെ ഒരു ഫോണിലും കുറച്ച് പൈസ, നമ്മുടെ ഫോണിലും കുറച്ച് പൈസ, കുട്ടികളെ കൂട്ടിയിട്ട്. ഇനി പൈസ ഉണ്ടാക്കിയിട്ടൊന്നും നടക്കൂല. ഈ വെക്കേഷൻ നോമ്പ് കഴിഞ്ഞ പെരുന്നാളും വെക്കേഷനെല്ലാം ഒപ്പരാ വരുന്നത്. എല്ലാരും കൊണ്ട് നമുക്ക് എന്താക്കാം പെരുന്നാൾ ടൂർ. അതും പിന്നെ ഇന്ന സ്ഥലത്ത് നിന്നും പണ്ട് നീയത്താക്കിയിട്ട് വരികയും ചെയ്യരുത്. ഓരോ വണ്ടി എടുത്തിട്ടൊക്കെ ഇറങ്ങുക. എന്നിട്ട് ഇതേ പോലെ ഇപ്പൊ പോയ പോലെ പോയി വിടും. പോയിക്കും സന്തോഷം. എന്നിട്ട് ആടെയെല്ലാം കണ്ടിട്ട് 2 റോഡ് കണ്ടാലേ പോട്ടെ അന്ന് വണ്ടി ഊര എന്ന് ഒരു പറയണം. അത് പറയുകയും ചെയ്യും. അത് 10 മിനിറ്റ്. ഇപ്പൊ ഇന്ന് നമ്മളിരുന്ന പോലെ ഒരു ഇരിക്കാനാ ഇല്ല. നടുവേദന മാറെ, ഊരവേദന മാറെ. അതിനെന്നിട്ടോ അതിന് പൈസ കൊടുത്താൽ തീരുന്നുണ്ട്, അതങ്ങ് കൊടുത്ത് തീർക്കും. പക്ഷെ ഇത് ഓലിയും കൊണ്ട് പോണ്ടേ, ഒച്ചപ്പാട് കാര്യം. ഇവിടെ ഭരിക്കാനും കയറുന്നു. ഡ്രസ് ഐറ്റംസ് പോകുന്ന കേട്ടോ. ഡ്രസ് ഐറ്റംസ് പഞ്ഞി അതാ പോകുന്നത്. അത് പഞ്ഞിയാണത്. പിന്നെ കോട്ടൺ ഇതിങ്ങനെ കാലുണ്ട് നേരെ അതാ ചോദിച്ചു. ഇവിടെ നിയമം ഉണ്ടോ എങ്ങനെ? നമ്മളും കാര്യല്ലേ, സാധനം തട്ടിയിട്ട് പോന്നേ, നല്ലോടാക്കിട്ട് പോന്നേ. തേങ്ങാച്ചേരി നമ്മൾ ഇന്ന് കുടിച്ച ചായ ഒരു കുടിക്കുവോ? ആ മാർക്കറ്റിലോട്ട് ഇറങ്ങുവോ? ആ സമൂസ ഇവിടുന്ന് ഒരു കാണുവോ? ഓർക്കിതേ അല്ല, ഇതാ മക്കളെ ഇവിടെ ഒന്നുമില്ല. ഈ പറഞ്ഞേ ഇതാ ഒരു പറയാ. ഓർക്ക് എങ്ങനെയാ ഏതാന്നില്ല പോണോ ആ ഒരു ചിന്തയുണ്ടോ? എവിടെയാന്ന് എങ്ങനെയൊന്നും. നമ്മൾ അഷ്റഫ് സിപ്പിന് എന്താ ചെയ്യാ? അഷ്റഫ് സിപ്പിന് നമുക്ക് ശരിയാക്കാം. അതൊക്കെ നല്ല തന്നെ വെക്കല്ലോ. അഷ്റഫ് സിപ്പിന് 2000 നോട്ട്, ഒരു 500 നോട്ട്, കുറെ 100 നോട്ട്, അതെല്ലാം എന്റെ തന്നെ വെക്കാം. നിങ്ങൾ ഏറ്റെടുത്ത് എപ്പോ വന്നാലും 2000 നോട്ടാണ് എടുത്തിട്ടുണ്ടാവും. അല്ല എനിക്ക് അതിന്റെ രേഖ കൊടുക്കുന്നുണ്ട്. പിന്നെ 2000 നോട്ടുണ്ടാവും എന്റെ അടുത്ത്. അതെപ്പം വന്നാലും ബാക്കി എന്തിനാ ചില്ലറ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഞാൻ കണ്ടുപിടിച്ചോളൂ. പിന്നെ ഇഞ്ഞി വെക്കട്ടെ, ഇഞ്ഞി കച്ചവടക്കാരനായതുകൊണ്ട് എന്റെ അടുത്ത് ആ പൈസ വേണ്ട. ബാക്കി ചില്ലറ പൈസ കൊടുക്കണ്ട. ചുരത്തിന്റെ വളവ് ഇവിടുന്ന് കാണാം. മേലെ കയറണം കേട്ടോ. ഇതാണ് സത്യമംഗലം ചുരം. കണ്ടിക്കില്ല എന്ന് പറയണ്ട. മേലെ നിന്ന് വേണം ഇത് തുറന്നിട്ട് താഴേക്ക് ഒരു ഫോട്ടോ. ഇത്ര മേലെ നമ്മളുള്ളത് കണ്ടോട്ടെ. എല്ലാം കണ്ടോട്ടെ, പിടിച്ചോ. ഇതാണ് ഈ സത്യമംഗലത്തിന്റെ ഏറ്റവും മനോഹര ഇതാണ് ഇത്. ഇതൊരു പ്രത്യേക സ്റ്റൈൽ തന്നെ കേട്ടോ. മലമടക്കൊക്കെ കാണാൻ നല്ല അടിപൊളി. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നിർത്തിയിട്ട് നമുക്ക് എടുക്കാൻ മലമടക്കില്ല. 7ാമത്തെ 27 എയർപിൻ ബെൻഡ് ഉണ്ട്. നമ്മളെ കോഴിക്കോട് ചുരം എന്ന് പറയുന്നത് 9 എയർപിൻ ബെൻഡ്. കുറ്റ്യാടി 11 21 21 എയർപിൻ ബെൻഡുള്ള ഇതാണ് 27. നമ്മൾ വന്ന
ചുരത്തിൽ ഏറ്റവും രസമുള്ള ചുരം ഇത് അല്ല. ഇത് 8ാമത്തത് എയർപിൻ ബെൻഡ്. ഒമ്പതാമത്തെ ഏറ്റവും ടോപ്പ് കിട്ടൂല്ലേ? 10ാമത്തെ എയർപിൻ ബെൻഡ്. നമ്മളവിടെ ഒരു എയർപിൻ ബെൻഡ് കഴിഞ്ഞിട്ട് അടുത്ത എയർപിൻ കിലോമീറ്റർ കഴിയണം. ഇവിടെ ഒന്ന് കഴിയാൻ നേരമില്ല, അപ്പോഴത്തേക്ക് അടുത്ത വന്നത്. തേങ്ങാച്ചേരി ഭയങ്കരമായിട്ട് കയറി പോകുന്നുണ്ടല്ലോ. ശ്രീ പളനി ആണ്ടവർ. കമ്പിയല്ലത്, നെറ്റൊന്നല്ല, അതെന്തോ മറ്റേ ഉണ്ടാക്കുന്ന സുനിയാണ്. തീ കത്തിക്കുന്നത്. അതത്ര ലോഡ് വരും. കോളായിരിക്കും. കോള് എന്ത് കോള്? നമ്മളെ കൽക്കരിന്റെ സാധനം. അങ്ങനെ എന്തെങ്കിലും. പതിനൊന്നാമത്തെ ബെൻഡ് എത്തിയിരിക്കുകയാണ്. തേങ്ങാച്ചേരി അത് പിന്നെയും പോകും. ഇവിടുത്തെ നമ്മളെ അസ്ക് പോകണേ. അസ്ക് പോവോ? നേരിപ്പം പോയാലും വളർന്നു. എനിക്ക് എന്താ സുഖല്ലേ, പോകുമ്പോ ഇങ്ങനെ വെട്ടി എടുത്തൂടെ. 14ാമത്തെ എയർപിൻ ബെൻഡായി. ഞാനിപ്പോ നിന്നോട് പറഞ്ഞ 10ാമത്തെ. നിരനിരയായിട്ട് തേങ്ങ. ആ കാലിവണ്ടി പോയത് എന്റെ ഇറക്കിട്ട് പോണേ പോന്നത്. അതും തേങ്ങാച്ചേരി. ഇതായിരുന്നു ഇതിന് മാത്രം നഗരം ആ ഭാഗത്തുണ്ടാവും. വെള്ളം ചൂടായി പോയി. അത് അടുത്ത തേങ്ങാച്ചേരി വരുന്നത്. പോലെ 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 ഇത് അടുത്ത തേങ്ങാച്ചേരി. ഇങ്ങോട്ട് ഭയങ്കര ഓർഡറാണല്ലോ. വിളിച്ചിട്ടില്ല. എന്റെ പെണ്ണുങ്ങളല്ലാണ്ട് വിളിച്ചിട്ടില്ല. ഇനി മറ്റേ ബായിനെ വിളിക്കണം എന്നെ വിളിച്ചിട്ടില്ല കേട്ടോ. പൈസന്റെ
അടുത്ത് വലിയ ഗാർഡൻ ചേട്ടാ അങ്ങോട്ട് കിടക്കുന്നത്. അതോ ആടെ എത്തണം. അവിടെ നിന്ന് കിട്ടൂല്ലേ നല്ല അടിപൊളിയായിട്ട്. അവിടെ എത്തുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇരുട്ടാവും. ഏതുണ്ട്? 20 ബെൻഡായി. ഇനി 7 ബെൻഡും കൂടിയുണ്ട്. ഓ അങ്ങന്ന് വരുന്നോക്ക് വണ്ടി. അതാ കരിമ്പലിനോട് പോന്നിട്ടോ. ഇല്ലല്ല ഇറക്കുന്നവരെ സമ്മതിക്കണം. നല്ല റോഡും വലിപ്പമുണ്ട്, വീതി ഉണ്ടല്ലോ. മറ്റേത് ഇങ്ങനെ ഇവിടെയുള്ള ഈ എയർപിൻ ബെൻഡിലെല്ലാം വണ്ടി ഒളിഞ്ഞു കിട്ടാനുള്ള സ്പേസ് ഉണ്ട്. താമരശ്ശേരി അതില്ലല്ലേ? അടുത്ത തേങ്ങാത്തോണ്ട് ആ ബസ് നല്ലോണം വീശിങ് എടുത്ത് മറ്റേതാണ് ഒന്ന് അടിച്ച് നമുക്ക് എടുത്ത്. ഫസ്റ്റ് ഹെയർപിൻ ബെൻ. ഇനിയുള്ളത് 6 ഹെയർപിൻ ബെൻഡുകൾ. അങ്ങോട്ടേക്ക് നീർത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങോട്ടല്ലേ ഉണ്ടായി നീർത്താൻ വേണ്ടിയിട്ട്. അത് നമ്മളെ കണ്ടകൊണ്ടാണ് ഇങ്ങോട്ട് കയറ്റാണ്ട് നേരെയാക്കി. അവിടെ നിന്ന് കയറി പോകുന്ന സാധനം ഇരുമ്പ് പറഞ്ഞില്ല അയാണ്. ഇവിടെ നിന്ന് കയറി പോകുന്നത് മിക്കവാറും അവിടത്തേക്കായിരിക്കും കേട്ടോ ഈ തേങ്ങ തൊണ്ട് പോകുന്നത്. ഇരുമ്പുണ്ടാക്കുന്നത് അവിടെ അമ്മാതിരി കത്തിക്കണ്ടേ. അത് ഇതൊന്നും ഇരിക്കില്ല കത്തിക്കുന്നുണ്ട്. അതിന് മിഷനറി ഉണ്ടാവും കത്തിക്കാൻ. ഇത്ര ഇതിൽ ചൂട് വേണമെന്നുള്ള കൊടുക്കണ്ടാവില്ലേ? അതിനിത് ഇത് വേണ്ട ഒരു ഇത് മാറ്റി ആരാണ് ഈ ഒരു മടക്ക് മലമടക്ക് കാണാൻ ഏറ്റവും ഭംഗി. വീരപ്പനക്ക് ഭയങ്കര ഭാഗ്യം ലസ്സിയല്ലേ ഭാഗ്യം ഇങ്ങനെ നടക്കാൻ പറ്റിയില്ലേ? അതെ. ആർക്കുണ്ടാകുക അങ്ങനെ നടക്ക്. ഉണ്ടാക്കി ഇതേപോലെ നമ്മളെ അവിടെ വയനാട്ടിൽ വരണ്ടാക്കിക്കോ. 26th 26ാമത്തെ ലാസ്റ്റ് 26ലായി. ഒന്നും കൂടെ ഉണ്ടാവും. അവിടെ നിർത്തല എന്നിട്ട് പോകുമ്പോൾ കിട്ടും.
ഇറങ്ങിയില്ല നിങ്ങൾ പറയുന്നത്. ആ ഇനി എന്തിനാ ഇറങ്ങുന്നത്? കർണാടകയിൽ നമ്മളൊക്കെ ഹൈറ്റിലാണ്. കർണാടക നമ്മളപ്പുറത്ത് വയനാട് ചുരം ഇറങ്ങിയില്ലേ? നമ്മളിറങ്ങി അതിനുള്ളത് കേറുന്നതാണ് ഇതിലെ. അല്ല തമിഴ്നാട്ടിൽ നിന്ന് കയറണം അതല്ല ഇതില്ലേ നമ്മളും കർണാടകയിൽ ഏതാണ്ട് സെയിമാണ്. നമുക്ക് ചുരം ഇറങ്ങി കയറുമൊന്നും വേണ്ട. നമ്മൾ അതുവഴി പോകുമ്പോ ഓനിക്കെന്തോ പ്രശ്നമില്ല. നമ്മൾ അതുവഴി പോകുമ്പോ വയനാട് ചുരം ഇറങ്ങി ആ അതിന് പകരം കേറുന്നതാണ്. അല്ല നമ്മള് കർണാടകയിലേക്ക് വരുമ്പോ ഒരു ചുരം ഇല്ലാലോ. തമിഴ്നാട്ടിലേക്ക് കോഴിക്കോടേക്കും നാട്ടിലേക്കും പോകുമ്പോഴേ ഉള്ളൂ. ഉണ്ടോ കേരള കാശ്മീർ? കരിമ്പ് പോയാ ഒരു തേങ്ങാത്തോണ്ട്. ഇതാണ് ഇവിടുത്തെ കണക്ക്. പോലീസ് വേണ്ട. അതിനകത്ത് പോലീസുകാർക്ക് ഇതൊന്നും കാണാൻ വേണ്ടി നോക്കില്ല. കാരണം അവര് യൂണിഫോം ഇല്ലല്ലോ. ഇത് കഴിഞ്ഞ് തിമ്പം അസനോട് അറിയില്ല കഴിഞ്ഞ് അങ്ങനെ ചുരം കയറി എന്നിട്ട് ഒരാടെ നിർത്തി നമുക്കവിടെ നിർത്താനാണ്. കർണാടക കഴിഞ്ഞപ്പോ കർണാടകന്റെ ടച്ച് വന്ന് കുറച്ച് പച്ചപ്പും കർണാടക മരങ്ങൾ കണ്ട്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അതെന്താ മനസ്സിലാക്കി ഒരു കൈയും കാലൊന്നും വെച്ചില്ലല്ലോ. ഇല്ല വെച്ചില്ല. ആ ഇത് ബോർഡറാട്ടോ. ബോർഡർ ഇവിടെയാണ്. അപ്പൊ കൊല്ലേഖല തമിഴ്നാട് പെട്ട സ്ഥലമാണല്ലേ? കൊല്ലയില് കർണാടകയില്. കർണാടകയിലാ? അവിടെ ഭയങ്കര സെയിലാ. ബേക്കറി ഹൽവ അല്ല ഇവിടെ എവിടെയെങ്കിലും പാലം ഇവിടുന്ന് ഇതെടുത്തിട്ടാട്ടോ പോന്നെ. വെയിറ്റ് നോക്കിട്ടാ പോന്നെ. ഇവിടെ എവിടെയെങ്കിലും ഒരു പുഴ വരും. ഇവിടെ അടുത്ത് തന്നെയാ തിരക്കുന്നേ. അല്ലാണ്ട് ഇങ്ങനെ പോയി വരുന്നുണ്ടല്ലേ? വെയിറ്റ് ഇങ്ങനെ നോക്കൂല. ഇപ്പുറത്തെ അതിനുള്ള ആരെയും അപ്പുറത്ത് ഒരു താമസിക്കുന്നത് ചിന്തിക്കുവാനും ഓരോരുത്തർ കഥകളെ
പായെന്നിട്ട് സെറ്റാക്കി അങ്ങ് കയ്യിൽ കിടന്നുറങ്ങു പോലെ ഇല്ലേ? അല്ല ഇതെന്തിനാ ഇതിൽ കൊണ്ടത്? ഇത് ഇത് മറ്റേ ഇതാ ഇവരെന്ത് ഇവരിങ്ങനെ ഇവരൊന്നുമല്ല പിരിവിന് നടക്കൂലേ ഒരു കാണാനെ കൊണ്ട്, അതാണിത്. അതിൽപ്പെട്ട ടീമാ. ഒരിക്കൽ കൊന്നുണ്ടാവും. ഓർക്ക് ഇതിനെ കുറവാന്ന് ഓർക്ക് ഇഷ്ടമാകുന്നുണ്ടാവും. കാരണം ഓലെ കാഴ്ചപ്പാട് പ്രകാരം ഇത് ഭയങ്കര നമ്മക്കല്ല ഇത് കുറവ്. ഹീറോ ആയി. ഓ പുഷ്പയായി. ഓന് പാന്റ് ഇട്ടാ കാണിച്ചത്. രണ്ടാളിപ്പോ പുഷ്പയായി. പുഷ്പ എങ്ങേക്ക് തമിഴ്നാടോ? തമിഴ്നാട്ടില് തമിഴ്നാട് പോയിട്ട് പിന്നെ ഉദ്ദേശിക്കുന്നത്. അല്ല, തമിഴ്നാട്ടിലേക്ക് ഇങ്ങോട്ട് പോയി കർണാടക എത്തിയില്ല. തമിഴ്നാട് പോയി ഇവരെ കണ്ണാടിയിലെല്ലാം നോക്കിയിട്ട് തിരിക്കി. AC ഓഫ് ആയിട്ടാ. നല്ല സുഖമുള്ള കാറ്റ്. തണുത്ത കാറ്റ് വരാൻ തുടങ്ങിയല്ലേ?